സായിറാം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കൊച്ചു സത്യൻ്റെ ക്ലാസ് മുറിയിൽ നടന്ന ഒരു രസകരമായ സംഭവം കേൾക്കാം. ഭജന കീർത്തനങ്ങൾ, അഷ്ടോത്തര ശതനാമാവലികൾ എന്നിവ രചിക്കുക, മൂളുക, ഇതിലാണ് പള്ളിക്കൂടത്തിലിരിക്കുമ്പോഴും സത്യൻ്റെ ശ്രദ്ധ. ഗാനമെഴുതി കഴിഞ്ഞാൽ സത്യൻ തന്നെ സഹപാഠികളുടെ ബുക്കുകളിൽ അത് പകർത്തി കൊടുക്കും. ഒരിക്കൽ കൊണ്ടപ്പ എന്ന അധ്യാപകൻ പഠിപ്പിക്കുന്ന സമയം അദ്ദേഹം പാഠം പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികൾ ശ്രദ്ധാപൂർവം എഴുതിയെടുക്കുന്നു. കൊണ്ടപ്പയുടെ സൂക്ഷ്മ ദൃഷ്ടികൾ ഓരോ കുട്ടിയിലും പതിയുന്നുമുണ്ട്. സത്യൻ മാത്രം എഴുതാതിരിക്കുന്നത് കൊണ്ടപ്പ ശ്രദ്ധിച്ചു. പെട്ടെന്ന് കൊണ്ടപ്പ ഉറക്കെ ചോദിച്ചു, "ഞാൻ പറയുന്നത് എഴുതിയെടുക്കാത്തവൻ എഴുന്നേറ്റ് നിൽക്കുക." ക്ലാസ്സിൽ ആകെ നിശബ്ദത. അധ്യാപകന്റെ മുഖം കോപം കൊണ്ട് തുടുത്തു. കുട്ടികൾ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും സത്യൻ എഴുന്നേറ്റ് നിന്നു. വളരെ പ്രയാസപ്പെട്ട് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അധ്യാപകൻ തിരക്കി, എന്തേ നീ പാഠം എഴുതിയെടുക്കാത്തത്?" വിനയത്തോടെ സത്യൻ പറഞ്ഞു, "പഠിപ്പിച്ചതെല്ലാം എനിക്ക് മനസ്സിലായി സാർ." മറുപടി കേട്ട് അധ്യാപകൻ വല്ലാതെ അസ്വസ്ഥനായി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, "ശരിക്കും പഠിക്കണമെങ്കിൽ പഠിപ്പിക്കുന്നത് എഴുതിയെടുക്കണം." വിനയം വിടാതെ സത്യൻ വീണ്ടും പറഞ്ഞു, "പഠിപ്പിച്ചതെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു സാർ." "ഓഹോ, അത്ര ബുദ്ധിമാനോ?" ആ ഉത്തരം അധ്യാപകനെ ചൊടിപ്പിച്ചു. "ഇതുവരെ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, ഞാൻ ഉത്തരം പറയാം." സത്യൻ ഒന്നുകൂടി ഉറപ്പിച്ച് മൃദുവായി പറഞ്ഞു. ക്ലാസ് നിശബ്ദമായി. കുട്ടികൾ ശ്വാസം അടക്കി പിടിച്ചു. കൊണ്ടപ്പയുടെ ശരീരം വിറച്ചു. തൻ്റെ അഭിമാനത്തിനേറ്റ ഒരു അടിയായി അദ്ദേഹത്തിന് അത് തോന്നി. അധ്യാപക ജീവിതത്തിലെ തൻ്റെ ആദ്യ അനുഭവം. സകല നിയന്ത്രണവും വിട്ട് ദേഷ്യത്തോടെ കൊണ്ടപ്പ പറഞ്ഞു, "ധിക്കാരി, ബെഞ്ചിൽ കയറി നിൽക്കിൻ." കൊച്ചു സത്യൻ യാതൊരു ക്ലേശവും പ്രകടിപ്പിക്കാതെ ബെഞ്ചിനു മുകളിൽ കയറി നിന്നു. ബെഞ്ചിൽ കയറ്റി നിർത്തുന്നത് ഒരു ശിക്ഷയാണ്. ബെഞ്ചിൽ കയറി നിൽക്കുന്ന സത്യനെ നോക്കി അധ്യാപകൻ പറഞ്ഞു, "ഈ പീരിയഡ് മുഴുവൻ അങ്ങനെ നിൽക്കിൻ." ശിക്ഷ വിധിച്ച് അധ്യാപകൻ അസ്വസ്ഥതയോടെ കസേരയിൽ പോയിരുന്നു. നിരപരാധിയായ തങ്ങളുടെ കൊച്ചു ഗുരുവിന് കിട്ടിയ ശിക്ഷയിൽ സഹപാഠികൾ അതീവ ദുഃഖിതരായി. അപ്പോഴേക്കും അടുത്ത പീരിയഡിന് മണി മുഴങ്ങി. കൊണ്ടപ്പ കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ ആഞ്ഞു. കൊണ്ടപ്പ ഒന്ന് പരിഭ്രമിച്ചു. തനിക്ക് കസേരയിൽ നിന്നും എഴുന്നേൽക്കാനാവുന്നില്ല. എന്തോ വിഷമം പോലെ. തൻ്റെ വിഷമം പുറമെ കാണിക്കാതെ അദ്ദേഹം ഒരിക്കൽ കൂടി എഴുന്നേൽക്കാൻ നോക്കി. ഈശ്വരാ! നെഞ്ചിൽ ഇടിവാള് മിന്നി. എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തന്നോടൊപ്പം കസേരയും ഉയരുന്നു. ആരോ കസേര ഒട്ടിച്ചു വച്ചതുപോലെ. അപ്പോഴേക്കും ബെല്ലടിച്ചു. തൻ്റെ മനക്ലേശവും പരിഭ്രമവും പുറത്തറിയിക്കാതെ അദ്ദേഹം ഒരു വിധത്തിൽ അവിടെ തന്നെ ഇരുന്നു. അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറത്തു പോകാത്തതിൻ്റെ കാരണം കുട്ടികൾക്കും മനസ്സിലായില്ല. ഏതാനും നിമിഷം കഴിഞ്ഞ് അടുത്ത ക്ലാസ് എടുക്കുവാനായി മെഹബൂബ് ഖാൻ എന്ന അധ്യാപകൻ എത്തി. ക്ലാസ്സിലെ കാഴ്ച കണ്ട് അദ്ദേഹം അമ്പരന്നു പോയി. കൊച്ചു സത്യൻ ബെഞ്ചിന് മുകളിൽ നിൽക്കുന്നു. സത്യനെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നയാളാണ് മെഹബൂബ് ഖാൻ.
കൊച്ചു സത്യൻ ഒരു ദിവ്യ ബാലനാണെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് സത്യനെ ബഹുമാനവുമാണ്. സത്യനെ എന്തിന് ബെഞ്ചിന് മുകളിൽ നിർത്തി എന്ന് അദ്ദേഹം തിരക്കി. കൊണ്ടപ്പ രാജു സത്യനെ ബെഞ്ചിൽ കയറ്റി നിർത്തിയതുവരെയുള്ള കാര്യങ്ങൾ മുഴുവനും ശബ്ദം താഴ്ത്തി വിശദീകരിച്ചു. പിന്നെ വലിയ വിഷമത്തോടെ സ്വരം താഴ്ത്തി പറഞ്ഞു, എനിക്കിപ്പോൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല സാർ. അതെന്തു പറ്റി? മെഹബൂബ് ഖാൻ അമ്പരന്നു പോയി. അതെ, കസേര ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ. കൊണ്ടപ്പയുടെ തൊണ്ടയിടറി. ദൈവമേ, മെഹബൂബ് ഖാൻ മനസ്സാ വിളിച്ചുപോയി. അദ്ദേഹം പതുക്കെ കൊണ്ടപ്പയുടെ ചെവിയിൽ പറഞ്ഞു, വേഗം സത്യനെ താഴെ ഇറക്കൂ. ആ കുട്ടി ദിവ്യനാണ്. അങ്ങ് മഹാപാപത്തിൽ നിന്നും രക്ഷപ്പെടൂ. കൊണ്ടപ്പ ഉടൻ സത്യനോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഒന്നും സംഭവിക്കാത്തതുപോലെ സത്യൻ താഴെ ഇറങ്ങി. ആ നിമിഷം കസേരയുമായുള്ള ഒട്ടിച്ചേരലും വിട്ടു. കൊണ്ടപ്പ ദീർഘശ്വാസം വിട്ടു. നിമിഷങ്ങൾക്കകം വാർത്ത സ്കൂളിൽ പരന്നു. കൊച്ചു സത്യൻ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ വാർത്ത അവിടെയും എത്തി. കൊണ്ടപ്പയ്ക്ക് ആ സംഭവത്തിന് ശേഷം വലിയ മാറ്റങ്ങളുണ്ടായി. അദ്ദേഹം സത്യൻ എന്ന അത്ഭുത ബാലനെക്കുറിച്ച് കവിത എഴുതി. ഗുരുനാഥൻ തന്നെ അത് അച്ചടിച്ച് വിതരണം ചെയ്തു. അകക്കണ്ണ് തുറപ്പിക്കാൻ ഈശ്വരൻ എങ്ങനെ, എപ്പോൾ, ഏതു വഴിക്കാണ് ഒരുങ്ങുന്നതെന്ന് അവിടുത്തേക്ക് മാത്രമേ അറിയൂ. സത്യന് 11 വയസ്സായി. ഒരു വൈകുന്നേരം കൂട്ടുകാരൊത്ത് ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യനും കൂട്ടുകാരും കമലാപുരം റെയിൽവേ സ്റ്റേഷൻ വഴി പോയി. മെല്ലെ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയുടെ ജനലിൽ കൂടി ബാലന്മാരെ കണ്ട് പുളകം പൂണ്ട് ഒരു വിദേശി പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു ചാടി. ബാലൻസ് തെറ്റി അദ്ദേഹം വീണു. ബാലസംഘം പെട്ടെന്ന് നിന്നു. അപ്പോൾ കുഞ്ഞു സത്യൻ പറഞ്ഞു, പേടിക്കണ്ട, അദ്ദേഹം എന്നെ കാണാൻ വന്നതാണ്. അതുകൊണ്ട് വീഴ്ചയിൽ ഒന്നും പറ്റുകയില്ല. ആ വിദേശി സത്യന് ചുറ്റും ആഹ്ലാദത്തിൽ നൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, വലിയ സന്തോഷം. ഞാൻ കണ്ടു, ഞാൻ അങ്ങയെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. കൂട്ടുകാരെ, ഈ വിദേശി ആരാണെന്ന് അറിയുമോ? വൂൾഫ് മെസ്സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. കുഞ്ഞിലെ തൊട്ട് അദ്ദേഹത്തിന് ആധ്യാത്മിക കാര്യങ്ങളിൽ നല്ല താല്പര്യമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇതേ കാരണത്താൽ ഭാരതം സന്ദർശിക്കുകയുണ്ടായി. കമലാപുരം വഴി യാത്ര ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ ആദ്യ ദർശനമുണ്ടായത്. അക്കാലത്ത് വിദേശികളെ പൊതുവെ എല്ലാവർക്കും ഭയമാണ്. വിദേശിയായ വൂൾഫ് മെസ്സിംഗ് സത്യന്റെ സമീപം വരുന്നത് കണ്ടതും കൂട്ടുകാരിൽ ഒരാൾ വീട്ടിലേക്ക് ഓടി അച്ഛനോട് കാര്യം പറഞ്ഞു. ഉടൻ ആ കൂട്ടുകാരൻ്റെ അച്ഛൻ ജീപ്പിൽ വന്ന് കുട്ടികളെ കയറ്റി സ്ഥലം വിട്ടു. മെസ്സിംഗ് ആകട്ടെ ജീപ്പിന്റെ പിന്നാലെ ഓടി, സത്യന്റെ വീട് വരെ ഓടി. പക്ഷേ വീട്ടുകാർ സത്യനെ കാണാൻ അനുവദിച്ചില്ല. ഏറെ നേരം കാത്തിരുന്ന ശേഷം മെസ്സിംഗ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വാതിലിൽ ഇങ്ങനെ എഴുതിയിട്ടു, വീട്ടുകാരെ, നിങ്ങൾ മഹാഭാഗ്യവാന്മാർ. നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്ന ഈ ദിവ്യബാലനെ പരിചരിക്കാനും സേവിക്കാനും ഭാഗ്യം ചെയ്ത മഹാസുകൃതികൾ. ഈ ബാലനെ കാണാൻ കഴിഞ്ഞ ഞാനും ഭാഗ്യവാൻ. നന്ദി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രശാന്തി നിലയം ഇദ്ദേഹം സന്ദർശിക്കുകയും ഭഗവാനുമായിട്ട് ഒരുപാട് അനുഭവങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്.
കടലും മലയും താണ്ടി ദൂരെ നിന്ന് വരെ ഭക്തജനങ്ങൾ ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ വന്നതിൻ്റെ തെളിവല്ലേ കൂട്ടുകാരെ ഇത്? ഇനിയും രസകരമായിട്ടുള്ള ബാലലീലകൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. ജയ് സായിറാം.